റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രചോദനം നൽകിയത്. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ് എന്ന് പറയുന്ന ആപ്തവാക്യം. അതോടുകൂടെ 18-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് ലോകത്തിൽ പലയിടങ്ങളിലും റെവല്യൂഷൻസ് ഉണ്ടായി. അതിനുശേഷം 19-ാം നൂറ്റാണ്ടിലാണ്, 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമാണ് ജർമ്മനിയിലെല്ലാം റിനൈസൻസ് ഉണ്ടായത്, നവോത്ഥാനം ഉണ്ടായത്. അവിടെയെല്ലാം ഉദ്ഘോഷിച്ച ഒരു കാര്യം, മാൻ ഈസ് ആൻ ഇൻഡിവിജ്വൽ ബീയിങ്, സോ ഇൻഡിവിജ്വൽ ഫ്രീഡം ഈസ് പ്രൈം ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. വ്യക്തിയാണ് വലുത്, വ്യക്തിയാണ് സമൂഹത്തിൻ്റെ ടോപ്പിൽ നിൽക്കുന്നയാൾ. നീച്ചയുടെ ഫിലോസഫിയിലുമെല്ലാം അതായിരുന്നുവെന്ന് നമുക്കറിയാം. വ്യക്തി വളരുന്നു, മനുഷ്യൻ വളരുന്നു, ആൻഡ് മാൻ വിൽ ബിക്കം എ സൂപ്പർമാൻ ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. പക്ഷേ 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ സൂപ്പർമാൻ ഒന്നും ഉണ്ടാകാൻ പോടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ അദ്ദേഹത്തിന് മനസ്സിലായി. അന്ന് അദ്ദേഹമില്ലെങ്കിലും ചരിത്രത്തിന് മനസ്സിലായി. ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം, വ്യക്തി എന്ന് പറയുന്നതും ഇൻഡിവിജ്വൽ എന്ന് പറയുന്നതും, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ, ഇറ്റ് ഈസ് എ കോമൺ ഫാക്ടർ. എവറി ഇൻഡിവിജ്വൽ ഈസ് എ ക്രോസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. നമ്മൾ ഇൻഡിവിജ്വൽ ഫ്രീഡം പറയുന്ന സമയത്ത് there is no individual in the world. Every individual is interdependent. പരസ്പര ബന്ധമുള്ളവരെ പരസ്പരം ആശ്രയിക്കുന്നവരാണ്. ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഭ്രൂണമായി വരുന്ന അവസരം മുതൽ അത് ജനിച്ച് വളർന്ന 100 വയസ്സോ വരെ ജീവിക്കുന്നത് വരെ ലോകത്തിലെ ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ആളുകളുടെ സഹകരണവും സംഭാവനയും സ്വീകരിച്ചാണ് വളരുന്നത്. അതിന് സ്വയമായി വളരാൻ ഒക്കെയില്ല. ഞാനും നിങ്ങളുമെല്ലാം ഇന്ന് ഈ ലോകത്തിൽ നിൽക്കുന്നത് നമ്മളെല്ലാവരും പരസ്പര ബന്ധിതരാണ്, പരസ്പര ആശ്രയത്തിലാണ്. ജനിച്ചു വീഴുന്ന കുഞ്ഞിന് അതല്ല പാല് ഉണ്ടാക്കുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നത്, വസ്ത്രമുണ്ടാക്കുന്നു. മറ്റാരോ വസ്ത്രവും ഭക്ഷണവും കൊടുക്കും. ഇന്നും നമ്മൾ ഓരോരുത്തരും വി ആർ ഓൾ ഇൻ്റർഡിപ്പെൻഡൻറ്റ്, വി ആർ നോട്ട് ഇൻഡിവിജ്വൽ. നമ്മൾ ഇൻഡിവിജ്വലാണെന്നുള്ളത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഇൻ്റർഡിപ്പെൻഡൻ്റാണ്. നമ്മളിന്ന് ഭക്ഷണം കഴിച്ചു, എത്ര പേര് നമ്മളൊക്കെ കഴിച്ചു. ഈ ഭക്ഷണമൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല, ആരോ കൃഷി ചെയ്തുണ്ടാക്കിയതായ ഭക്ഷണമാണ് കഴിച്ചത്. അപ്പോൾ നമ്മുടെ ആ ഭക്ഷണത്തിന് വേണ്ടി എത്ര പേരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മളെല്ലാം ധരിച്ചിരിക്കുന്ന വസ്ത്രം നമ്മൾ തുന്നിയതല്ല. എവിടെയോ ആരൊക്കെയോ വസ്ത്രശാലകളിൽ നൂല് നൂറ്റും അല്ലേ പരുത്തി കൃഷി നടത്തിയൊക്കെ വന്ന് കഷ്ടപ്പെട്ട ജനങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഞാനും നിങ്ങളും വസ്ത്രങ്ങളിടുന്നത്. നമുക്കൊരു പക്ഷേ പറയാം, പൈസ കൊടുത്താണ് ഭക്ഷണം വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ പൈസ കൊടുത്താണ് വസ്ത്രം വാങ്ങിക്കുന്നത്. ഭക്ഷണത്തിനും വസ്ത്രത്തിനും പകരം പൈസ ധരിച്ചാൽ മതിയോ? പൈസ ഭക്ഷിച്ചാൽ മതിയോ? പൈസ കൊണ്ട് ശരീരം മറച്ചാൽ മതിയോ? സാധ്യമല്ല. അപ്പോൾ ലോകത്തിൽ നമ്മളെല്ലാവരും അനേകം ആളുകളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അനേകം ആളുകളുടെ മനസ്സുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ആ മനസ്സ് നമുക്ക് വേണ്ടി തരുന്നത് കൊണ്ടാണ് നാം ജീവിക്കുന്നത്. അവിടെ അധ്വാന ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് എവരിബഡി ഈസ് ഇൻ്റർഡിപ്പെൻഡൻറ്റ്. പരസ്പരം ബന്ധിതരാണ്, പരസ്പരം ആശ്രയമുള്ളതാണ്. ഒരു മനുഷ്യനും
മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ ഒക്കുകയില്ല. അപ്പോൾ നാം അവരെല്ലാം സ്വതന്ത്രമാണ് എന്ന് പറയുമ്പോൾ, തിരുമേനി പറഞ്ഞത് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്, അതല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ സ്വതന്ത്രനാവെന്ന് പറയുമ്പോൾ നമ്മളൊരു കോർപ്പറേറ്റ് ഹ്യൂമാനിറ്റിയാണ്, ഒരു കോർപ്പറേറ്റ് റിയാലിറ്റിയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇത് ഞാൻ പറയുന്നതിൻ്റെ കാരണം, ഒരാൾ രോഗിയായാൽ ആ ആൾ എനിക്ക് വേണ്ടി വസ്ത്രം തുന്നിയ ആളാണ്, അതുകൊണ്ട് ആ ആളിൻ്റെ വെൽഫെയർ എൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന, പാചകം ചെയ്യുന്ന ഒരാൾ രോഗിയായിരുന്നാൽ, അല്ലെങ്കിൽ അവനൊരാവശ്യമുണ്ടായിരുന്നാൽ അവൻ്റെ ആവശ്യം എൻ്റെ കൂടെ ആവശ്യമാണ്. കാരണം ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ലോകത്തിൽ നമ്മളെല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവനായിരിക്കുന്ന അഭിവൃദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബാധ്യതയാണ്, നമ്മുടെ ഔദാര്യമല്ല. ഇവിടെ 25 വീടുകൾ വെച്ച് കൊടുക്കുന്നുവെന്ന് പറഞ്ഞു. 25 വീടുകൾ യുവന പ്രസ്ഥാനം വെച്ച് കൊടുക്കുന്നത് യുവന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഔദാര്യമായിട്ട് ആരും കണക്കാക്കണ്ട. ആ 25 വീടുകൾ ആർക്കൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവരുടെ റൈറ്റാണത്. അവരുടെ ആ റൈറ്റാണത് സ്വീകരിക്കാനുള്ളത്. അവരുടെ റൈറ്റിന് നിങ്ങൾ ഔദാര്യമല്ല, നിങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്ന് മാത്രമേ. അതാണ് സമൂഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാനുള്ളത്. നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളാണെങ്കിലും നമ്മൾ അനേകം ആളുകളോട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. ലോകത്തിൽ എവിടെയെങ്കിലും പോരായ്മകളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഇൻഡയറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ ഞാൻ ഓരോ വ്യക്തിയും. അപ്പോൾ രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യനോ, വിദ്യാഭ്യാസമില്ലാത്ത കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനോ, അല്ലെങ്കിൽ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനോ, അങ്ങനെയുള്ളൊരു മനുഷ്യനോട് ഞാൻ ഇൻഡെപ്റ്റഡാണ്, ഞാൻ അവനോട് കടപ്പെട്ടവനാണ്. കാരണം അവനും ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ ഈ സംഭാവനകൾ ഈ സമൂഹത്തിന്, എനിക്കല്ലെങ്കിൽ മറ്റൊരാളിന്, ഞാനല്ലെങ്കിൽ മറ്റുള്ള ആൾ സ്വീകരിച്ചു കൊണ്ടാണല്ലോ. അങ്ങനെയാണ് ഈ ലോകം നിലനിൽക്കുന്നത്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ ലോകമെല്ലാം നിൽക്കുന്നത്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കാണുവാനും കമ്പാഷനേറ്റ് ഹൃദയമുണ്ടാകുവാനും നമുക്ക് സാധിക്കുള്ളൂ. മനസ്സെന്ന് പറയുന്നത് വളരെ ന്യൂട്രലായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മനസ്സിന് നന്മയിലേക്കും തിരിയാം, തിന്മയിലേക്കും തിരിയാം. മനസ്സുകൊണ്ട് നന്മയും ചിന്തിക്കാം, തിന്മയും ചിന്തിക്കാം. അതിൻ്റെ ഫലം നന്മ ഉണ്ടാകും, അല്ലെങ്കിൽ തിന്മയുണ്ടാകും. അതുകൊണ്ട് നമുക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ ആ മനസ്സ് നന്മയ്ക്കായിട്ട് തിരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ വളർച്ച ഉണ്ടാവൂ. അങ്ങനെ വളരുന്നതായ സമയത്താണ് നമ്മുടെ യാഥാർത്ഥ്യം, അതായത് വി ആർ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നത്. ആ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായി പരസ്പര ആശ്രയത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ബോധ്യമുണ്ടാകുമ്പോൾ മറ്റുള്ളവരെ കരുതാതിരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. മറ്റുള്ളവരെ കരുതാത്തവർ ഈ സമൂഹത്തിന് അഥവാ മനുഷ്യവർഗത്തിന് ഒരു അപവാദമാണ്. അവർ ഈ മനുഷ്യവർഗത്തിൽ ചേരുന്നവരല്ല. അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നാൽ മനുഷ്യവർഗത്തിൻ്റെ ആകെ ഉള്ളതായിരിക്കുന്ന ആ പ്രയാണത്തിൽ അവർ അന്യരായി പോകുന്നു എന്നുള്ളതായ സത്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ സമ്മേളനത്തിൽ വളരെയധികം നല്ല ക്ലാസ്സുകൾ നടന്നു, നല്ല സെഷൻസ് ഉണ്ടായി. കുട്ടികളെല്ലാവരും നന്നായിട്ട് സഹകരിക്കുകയും അതുപോലെ നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ചർച്ചകൾ സജീവമായി പങ്കെടുക്കുകയും ചെയ്തുവെന്ന് അഭിനന്ദ സറാഫിൻ തിരുവേനിയോട് പറയുണ്ടായി. അതെല്ലാം നിങ്ങളെ പ്രത്യേകമായിട്ട് അതിൽ അഭിനന്ദിക്കുന്നു. ഇനിയും മുന്നോട്ട് നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ സജീവമാകണം. ക്ലാസ്സിൽ വന്ന് ഉറങ്ങാനും ക്ലാസ്സിൽ വന്ന് വെറുതെ ഇരിക്കാനുമല്ല, ക്ലാസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി സജീവമായ ചർച്ചയിൽ ഉൾപ്പെടുമ്പോഴാണ് ക്ലാസ്സിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നത്. ഈ തുമ്പൂൺ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ സമ്മേളനം ഇവിടെ നടത്തിയതിൽ തുമ്പൂൺ ഭദ്രാസനത്തെ പ്രത്യേകമായി അനുമോദിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ യുവജനങ്ങൾ അതിനുവേണ്ടി ആരെയും തലയും മുറുക്കി ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചു. ഈ ഭദ്രാസനത്തിലെ യുവജനങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.